വയനാട്ടിൽ ഉരുൾ വിഴുങ്ങിയവരെ യാത്രയാക്കുകയാണ്. നാടൊന്നാകെ. മേപ്പാടിയിൽ നിന്നും മൃതദേഹം 8 മൃതദേഹങ്ങൾ ഇപ്പോൾ പുത്തുമലയിലേക്ക് എത്തിച്ചു. അല്പസമയത്തിനകം കൂട്ട സംസ്കാരമുണ്ടാകും. സർവമത പ്രാർത്ഥനയോടുകൂടി 8 മൃതദേഹങ്ങളും ഉടൻ സംസ്കരിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അലമുറയിലുള്ളവരെ മാത്രമാണ് നമുക്ക് എവിടെയും കാണാനാകുന്നത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി. ഉടൻ തന്നെ സംസ്കാരമുണ്ടാകുമല്ലേ? കുടുംബത്തിന് ആരാണെന്ന് പോലും അറിയാതെ അവരുടെ അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് പുത്തുമല എന്ന മുഴുവൻ ആളുകളും അരികിലേക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു ദുരന്തത്തിന്റെ ദുഃഖം, അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംഭവിച്ച ദുരന്തത്തിന്റെ ദുഃഖം ആ പുത്തുമലയെ വിട്ടുകൊടുക്കില്ല. ആ പുത്തുമലയിലേക്കാണ് ഫാദർ ജിബിൻ വട്ടക്കുളത്തിലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. എല്ലാവരും നിശബ്ദരായിരിക്കണം. തിരിച്ചറിയുവാൻ നമുക്കാർക്കും സാധിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ദൈവത്തിന് ഇവരെ തിരിച്ചറിയുവാൻ ഇടവരുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ കടങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് നിത്യശാന്തി ഈ ആത്മാക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഈ സമയത്തെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ സ്നേഹത്തോടുകൂടെ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർമ്മം ആരംഭിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര. ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുപാദത്തെങ്കിൽ പൂർണ്ണ മോക്ഷം ലഭിക്കണേ. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന സകല തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകണേ സർവേശ്വര. ദൈവമേ സച്ചിദാനന്ദ മാതൃകണേ സർവേശ്വര. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല പോരുന്നില്ല ഒന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം ഇല്ല ഒന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പു കാത്തുകൊള്ളുക ദൈവമേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. പരേതാത്മാവിനേകണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുകുന്ദ രാമ പാഹി മാം. മുകുന്ദ രാമ പാഹി മാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സർവേശ്വര.
ഈ മയ്യത്ത് നമസ്കാരത്തിനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം, ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ മേപ്പാടി മഹല്ല് ഖത്തീബ് മുസ്തഫുൽ ഫൈസി അവർകൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. കുറച്ച് പിറകോട്ട് ഒന്ന് മാറിക്കൊടുത്താൽ കുറച്ചുകൂടെ ഉപകാരമാവും. പിറകു ഭാഗത്ത് നിന്നൊന്ന് മാറിക്കൊടുത്താൽ ഉപകാരമാവും. നിസ്കാരത്തിന് സൊഫ് ലൈന് കറക്റ്റ് ചെയ്യണം. അത് ചെയ്തല്ല അടുത്ത് നിന്നാലും കുഴപ്പമില്ല. ഇമാമ് നിസ്കരിക്കുന്ന ജനാസകളുടെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യുന്നത്. അത്രമാത്രം കറക്റ്റായല്ലോ. ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിലാണ് നാം. ലോകമൊട്ടുക്കുമുള്ള ആളുകളെ ദുഃഖിപ്പിച്ച, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, കരളെ അലിയിപ്പിക്കുന്ന ഈ ദുരന്തം ഇവിടെ ഈ പ്രദേശത്തിന് പ്രപഞ്ചനാഥനായ അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ട പലരും വിട പറഞ്ഞു പോയി. അവരുടെ പരലോകം വെളിച്ചമാകുമാറാവട്ടെ. സ്വർഗീയ ഭൂമിയിൽ കണ്ടുമുട്ടാനും കൃത്യമായി അവരുമായി പുഞ്ചിരിക്കാനുമുള്ള സൗഭാഗ്യം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങളുമായി പലരും കഴിഞ്ഞുകൂടുന്നു. ഉറ്റവരെ ഉടയവരെ വിട്ടുപിരിഞ്ഞതിന്റെ പേരിൽ എല്ലാവർക്കും ഈ പ്രദേശത്തിനും എന്നേക്കും സർവശക്തനായ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് മാറി നിൽക്കണം. അവസാനത്തെ ഔദ്യോഗികമായിട്ടുള്ള ആദരം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLA മാരും
ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയുള്ള ഔദ്യോഗികമായിട്ടുള്ള ബഹുമതി നൽകുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന്, ഈ ഹാളിനകത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്കണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ മാറണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ മാറണം. ഇതിനകത്ത് നിന്ന് മാറണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ ഇതിന്റെ പുറത്തേക്ക് പോകും. ഇതിന്റെ ഈ റേഡിയസിൽ മാറി നിൽക്കണം. ഭൗതിക ശരീരം വന്ന രീതിയിൽ തന്നെ നമ്മൾ ഓരോന്ന് ആയി കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, ജില്ലാ കലക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള പുഷ്പചക്രം അർപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റും ചെയർമാൻമാരും അർപ്പിക്കും. താഴെ ഗ്രൗണ്ടിലേക്ക് ഒരാൾ പോലും താഴോട്ട് വരേണ്ടതില്ല. ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന ആളുകളും ബഹുമാനപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രം മതി എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ്. ആദ്യത്തെ ഭൗതിക ശരീരം ഗ്രൗണ്ടിലേക്ക് എടുക്കുന്നു. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കും. ആ ഗ്രൗണ്ടിൽ സുഗമമായി അടക്കം ചെയ്യാനുള്ളതായ സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒന്ന് ഫ്രണ്ടിന്ന് മാറി തരണേ. ഒന്ന് ഫ്രണ്ടിന്ന് മാറി തരണേ. ഒന്ന് ഫ്രണ്ടിന്ന് മാറി തരണേ. അധികം ആളുകൾ കൂടി നിൽക്കാതെ സൗകര്യം ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവിടെ ഒത്തിരി പേരുടെ ബാഹുല്യമുണ്ട്. പറഞ്ഞ മാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. കൃത്യതയോടുകൂടി നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കലക്ടർ, പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യം ഈ അന്ത്യയാത്രയിൽ സുഗമമായി നടത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്.
ഓരോ ബോഡികളും ഓരോ ഭൗതിക ശരീരങ്ങളും ഓരോന്നോരോന്നായി കൊണ്ടുവരാൻ നടപടികളെടുക്കണം. അവസാനമായി മണ്ണിടുന്നത് ഒന്നിച്ചുള്ളതായ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പോകും. ഭൗതിക ശരീരം ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടുവന്ന് അത് ക്രമീകരിക്കാൻ നടപടിയുണ്ടാവണം. Thank you.